ഇതിലേക്ക് ഈ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് ഇത്രയും കാലവിളംബം ഉണ്ടായി? മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് ഗോഡ്സെയുടെ പാർട്ടി വിളിച്ചാൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഇത്രയേറെ താമസം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഉണ്ടായിപ്പോയ താമസം എന്തായാലും അത് തിരുത്തി അവർ പോകുന്നില്ല. ഈ രാജ്യം മറക്കാൻ പാടില്ല. ബാബറി മസ്ജിദ് നിന്ന അതേ സ്ഥലത്താണ് ക്ഷേത്രം പണിയുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റിയ അന്ന് അവിടെ മുടക്കിയ മുദ്രാവാക്യം ഹം ഐസേ ബനായെങ്കിൽ ഹിന്ദുരാഷ്ട്ര എന്നായിരുന്നു. ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ ആരംഭമെന്നാണ് അന്ന് വിളിച്ചത്. ആ സ്ഥലത്താണ് ഈ ക്ഷേത്രം പണിയുന്നത്. ഒന്ന് എല്ലാവർക്കും ഉറപ്പാണ്, BJP പറയുന്ന ശ്രീരാമൻ വാത്മീകി രാമനല്ല. ഈ രാമൻ അധികാരക്കൊതിമൂത്ത RSSന്റെ ഒരു രാഷ്ട്രീയ അജണ്ട പ്രകാരം ഉണ്ടായ ഒരു പുത്തൻ ശ്രീരാമനാണ്. ആ ശ്രീരാമനെ ഇന്ത്യക്കറിയില്ല. ഇന്ത്യക്കറിവുള്ള രാമൻ അധികാരം വിട്ടെറിഞ്ഞ രാമനാണ്. ഇവരിപ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ആ ഒരു പുത്തൻ ശ്രീരാമനെ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥ ഹിന്ദുക്കളും ആ ചതിയിൽ വഞ്ചനയിൽ വീഴില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ മറ്റൊരു കാര്യം, ഈ എറണാകുളത്തെ മുൻ ജില്ലാ സെക്രട്ടറിയുടെ നടപടി വരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് എറണാകുളത്തെ പാർട്ടിയുടെ നടക്കുന്നത്? ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും അച്ചടക്കവും എല്ലാം നിർബന്ധമായിട്ടും വേണം. പുതിയ കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല അതിനകത്ത്. എല്ലാം പേപ്പറിൽ നിന്നുണ്ടല്ലോ. എന്ത് കണ്ടെത്തുന്ന പശ്ചാത്തലത്തിൽ അതിലൊന്നും അമിത പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. ജീവന ഭീഷണിയുണ്ട് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണം ജില്ലാ സെക്രട്ടറി നടത്തുന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു അച്ചടക്ക നടപടിയും ഒരു സഖാവിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. എല്ലാ നടപടികളും അച്ചടക്കം സംബന്ധമായി പാർട്ടി എടുത്ത എല്ലാ നടപടികളും തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. ബന്ധപ്പെട്ട സഖാക്കൾക്ക് തിരുത്താൻ അവരെ പാർട്ടി സഹായിക്കും. ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായി തുടരുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും പോയാൽ അത് അവരുടെ കാര്യം, അത് പാർട്ടിക്ക് ബാധകമല്ല. ടു മച്ച്. ഇത് മതി. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് ഈ പാട്ടൊക്കെ ഇറക്കി ഇറങ്ങുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു.